എന്നുള്ളത് 11-12 മണിയോടുകൂടി കൃത്യമായിട്ടും എത്ര സീറ്റുകൾ ബി.ജെ.പിക്ക്, എത്ര സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് എന്നത് വരും. ദേവേന്ദ്ര യാദവ് രണ്ടാമതുണ്ട് കേട്ടോ കോൺഗ്രസിന്റെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അല്ലെ ബാദ്ലി മണ്ഡലത്തിൽ ചിലപ്പോൾ കോൺഗ്രസിന് ചെറിയ 10 വർഷത്തിന് ശേഷം അവർക്ക് ഒരു MLA ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. പല മണ്ഡലങ്ങളിൽ എന്നല്ല മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസ് മൂന്നാമതാണ്. എങ്കിൽ പോലും ബാദ്ലി മണ്ഡലത്തിൽ PCC അധ്യക്ഷന് ജയിച്ചു വരാൻ സാധിക്കും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ഉള്ളതാണ്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ, മാജിക് ബോളിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ? പുതിയ മേഖല തിരിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിലെ അവസ്ഥ? മനുഷ്യ, ഇതാണ് ടോട്ടൽ ചിത്രം. 43 മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP മുന്നേറുന്നു. ആം ആദ്മി പാർട്ടി 27 മണ്ഡലങ്ങളിൽ. നമുക്ക് ഇനി റീജിയൻ വൈസ് കൂടി നോക്കാം. നമുക്ക് ചാന്ദിനി ചൗക്ക് മേഖല നോക്കാം. ചാന്ദിനി ചൗക്കിലെ ചിത്രം ഇതാണ്. ചാന്ദിനി ചൗക്കിൽ 2020 ചിത്രവും 2025 ചിത്രവും കൊടുക്കണം. 2020 ചിത്രം ചാന്ദിനി ചൗക്കിൽ ഇതായിരുന്നു. പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയുടെ മേഖലയായിരുന്നു. അത് 2025 വരുമ്പോൾ, ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷം ലീഡ് വരുന്നത് അവിടെ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റമുണ്ട്. പക്ഷേ അവിടെ രണ്ടിടത്ത് BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട റീജിയൻ നോക്കിയാൽ ഈസ്റ്റ് ഡൽഹിയാണ്. ഈസ്റ്റ് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസ്റ്റ് ഡൽഹിയിലും 2020 അവസ്ഥ ആദ്യം നോക്കാം. 2020 അവസ്ഥ ഈസ്റ്റ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ 3 മാത്രമാണ് BJPക്ക് മുന്നേറ്റമുണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റമായിരുന്നു. അവിടുത്തെയും 2025 നിലവിലെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. BJPക്കാണ് മുന്നേറ്റം. BJP 6-7 സീറ്റുകളിൽ BJPക്ക് ആണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. 3 സീറ്റുകളിൽ മാത്രമാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു മേഖല നോക്കിക്കഴിഞ്ഞാൽ അത് ന്യൂഡൽഹി മേഖലയാണ്. ന്യൂഡൽഹി മേഖലയൊക്കെ പൂർണ്ണമായും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ വിജയിച്ച മേഖല തന്നെയാണ്. ആ മേഖലയിലെ ഈ വർഷത്തെ അവസ്ഥ കൂടി നോക്കാം. 2025 2 സീറ്റ്, ഇത് ന്യൂഡൽഹി സീറ്റാണ്. 40 എന്ന് പറയുന്നത് ന്യൂഡൽഹി സീറ്റ്. 2 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ തവണ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ബാക്കി സീറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് BJPക്കാണ്. ഇത് പൂർണ്ണമായും പച്ച നിറമായിരുന്നു കഴിഞ്ഞ തവണ എന്നത് ആലോചിക്കണം. 2020 അതോടൊപ്പം തന്നെ 2015 പൂർണ്ണമായും മധ്യവർഗത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ സെൻട്രൽ ഡൽഹിയുടെ ഏറ്റവും ഹൃദയഭാഗത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. അവിടേക്കും BJP വലിയ തോതിലേക്ക് കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന് നോർത്ത് ഈസ്റ്റ് ഡൽഹിയാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ക്ഷമിക്കണം, നോർത്ത് വെസ്റ്റ് ഡൽഹിയും നോർത്ത് ഈസ്റ്റ് ഡൽഹിയും ഒരുമിച്ചെടുക്കാം. ഈ രണ്ട് അവസ്ഥകൾക്ക് ഇതാണ്. അവിടെയും BJPക്കാണ് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2020 ഈ മേഖലയിലെ അവസ്ഥ ഇതായിരുന്നു. 2020 ഈ മേഖലയിൽ 4 സീറ്റുകൾ BJPക്ക് ലഭിച്ചുവെങ്കിൽ അന്ന് മഹാഭൂരിപക്ഷം സീറ്റുകൾ ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്കാണെങ്കിൽ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട റീജിയൻ എന്ന് പറയുന്നത് സൗത്ത് ഡൽഹിയാണ്. സൗത്ത് ഡൽഹിയെ സംബന്ധിച്ച് ഇതാണ് സൗത്ത് ഡൽഹിയുടെ ചിത്രം. സൗത്ത് ഡൽഹിയിൽ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റമായിരുന്നു. ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് സൗത്ത് ഡൽഹിയിൽ ഇപ്പോഴും ആ സ്വാധീനമുണ്ട് എന്ന് വേണം കരുതാൻ. സൗത്ത് ഡൽഹിയിലെ 2025 അവസ്ഥ ഇതാണ്. 2025 സൗത്ത് ഡൽഹിയിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ 1 സീറ്റിൽ മാത്രമാണ് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ തവണ അവിടുത്തെ 3 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി 7 സീറ്റുകളിലും മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ BJP തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല വെസ്റ്റ് ഡൽഹിയാണ്. വെസ്റ്റ് ഡൽഹിയിലെ അവസ്ഥ ഇതാണ്. വെസ്റ്റ് ഡൽഹിയിൽ ഇപ്പോഴത്തെ ആം ആദ്മി പാർട്ടിക്ക് ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ പൂർണ്ണമായും BJPയുടെ ഒരു ആധിപത്യം തന്നെയാണ്. ഇവിടെ 2020 എന്തായിരുന്നു അവസ്ഥ എന്ന് നോക്കാം നമുക്ക്. 2020 അവിടുത്തെ അവസ്ഥ പൂർണ്ണമായും ആം ആദ്മി പാർട്ടി മാത്രം വിജയിച്ച ഒരു സ്ഥലത്താണ് ഇപ്പോൾ BJPക്ക് മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യമായ ഒരു പിടിച്ചു നിൽക്കാൻ അങ്ങനെ ആം ആദ്മി പാർട്ടി കഴിഞ്ഞിട്ടില്ല. എല്ലായിടത്തും ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ വലിയ തോതിലേക്കാണ് BJP കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ റീജിയൻ ഡൽഹിയെ ടോട്ടലായി നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വിഷയം 2020 ആം ആദ്മി പാർട്ടി വിജയിച്ച മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആം ആദ്മി പാർട്ടി 2020 വിജയിച്ച മണ്ഡലങ്ങളാണ്. അതിൽ ഇപ്പോൾ 2025 അവസ്ഥ ഇതാണ്. 2025 വരുമ്പോൾ ഈ പൂർണ്ണമായും പച്ചനിറത്തിൽ നിന്നിരുന്ന ഒരു സ്ഥലം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJP ഇത്രയും മണ്ഡലങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഏകദേശം 38 മണ്ഡലങ്ങൾ ആകെ ലഭിച്ച സീറ്റുകളിൽ 38 മണ്ഡലങ്ങളും BJPക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ 38 മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ ആം ആദ്മി
പാർട്ടിയുടെ ഭരണത്തിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ MLA-മാർ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. നേരത്തെ ക്ലോസ് കോൺടെസ്റ്റ് നടന്ന സ്ഥലങ്ങൾ നമ്മൾ പരിശോധിച്ചു. അവിടെയും 4 സീറ്റുകളിലാണ് BJP കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നെങ്കിൽ ഇത്തവണ അവിടെയും കൂടുതൽ സീറ്റുകളിലേക്ക് BJP-യുടെ ഒരു ആധിപത്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ. ആം ആദ്മി പാർട്ടി പതിയെങ്കിലും അവസാന ഘട്ടത്തിലൊക്കെ BJP ഭരണം ഉറപ്പിക്കാം എന്നൊക്കെ പറയുമ്പോഴും ആം ആദ്മി പാർട്ടി വല്ലാതെ പിന്നോക്കം പോകാതെ ഒരു നില മെച്ചപ്പെടുത്തുന്ന അവസ്ഥ കൂടി വരുന്നുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും ഇപ്പോൾ കണക്കുകൾ പ്രകാരം 70 സീറ്റുകളിൽ BJP 44, ആം ആദ്മി പാർട്ടി 26, കോൺഗ്രസിന് ഒറ്റ സീറ്റുമില്ല. ഇതാണ് സാഹചര്യം. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ അരവിന്ദ് കെജ്രിവാളും സിസോദിയും ഒക്കെ പിന്നിലായിരുന്നെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഇപ്പോൾ ലീഡിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട്, ജംഗ്പുരയിൽ മനീഷ് സിസോദിയ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അതിഷി ഇപ്പോഴും കാൽക്കാജി മണ്ഡലത്തിൽ പുറകിലാണ്. അവിടെ മുന്നിലുള്ളത് BJP സ്ഥാനാർത്ഥി രമേശ് ബിദൂഡിയാണ്. അങ്ങനെ അതിഷി ഇപ്പോഴും പുറകിൽ നിൽക്കുന്നു എന്നതാണ് ഡൽഹിയിലെ സാഹചര്യം. ഏതായാലും BJP-യുടെ ഒരു തിരിച്ചുവരവ് ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം. 98-ൽ അധികാരത്തിൽ നിന്ന് പോയ BJP ഇപ്പോൾ 44 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കേവല ഭൂരിപക്ഷത്തെക്കാൾ 8 സീറ്റ് കൂടുതലാണ് BJP-ക്ക്. ആദ്യം മുതൽ ഉള്ള ആധിപത്യം ലീഡ് BJP ഇപ്പോഴും തുടരുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടി 26 സീറ്റാണ് നിലവിൽ ലീഡുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റാണ് വേണ്ടത്. 10 സീറ്റുകളുടെ കുറവാണ് ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്കുള്ളത്. അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളൊക്കെ തന്നെ ചോർന്നതായും ഈ ഘട്ടത്തിൽ നമുക്ക് കാണാം. കാരണം പ്രത്യേകിച്ച് ഈ ചേരി പ്രദേശങ്ങളിലുള്ള ആളുകളുടെ വോട്ടുകൾ പരമ്പരാഗതമായി ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നതാണ്. അത് ഉണ്ടായിട്ടില്ല. മധ്യവർഗ വോട്ടുകൾ പൂർണ്ണമായും BJP-യിൽ തന്നെ നിൽക്കുന്നതും ഒഴുകുന്നതും ഇത്തവണ പ്രകടമാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം നടത്താൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ പോലും BJP മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലെ കണക്കുകൾ പ്രകാരം അവർക്ക് ഒറ്റ സീറ്റിലും ലീഡില്ല. പക്ഷേ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കോൺഗ്രസിന്റെ വോട്ട് ശതമാനം ഉയർത്താൻ കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നിർണായകമാണ്. കാരണം നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് കോൺഗ്രസിനും. 5% താഴെ മാത്രം വോട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ എത്ര വോട്ട് കിട്ടും? ഇതിനു പുറമെ ആം ആദ്മി പാർട്ടിയുടെ ഏതെങ്കിലും സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ ബാധിക്കുന്ന പ്രകടനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്നുകൂടി ചോദ്യമാണ്. ഏതായാലും 43 സീറ്റുകളിലെ ലീഡ് നിലയുമായി BJP ഡൽഹിയിൽ മുന്നിട്ട് നിൽക്കുന്നു. 27 സീറ്റാണ് ആം ആദ്മി പാർട്ടിക്ക്. ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് ലീഡില്ല. ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ ഘട്ടത്തിൽ ലീഡിലേക്ക് വന്നിട്ടുണ്ട് എന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ മോശം പ്രകടനത്തിനിടയിലും ആശ്വാസകരമാണ്. ഗോപാൽ റായ്, അദ്ദേഹം നിലവിലെ പരിസ്ഥിതി മന്ത്രിയാണ്. ആദ്യം മുതൽ ലീഡുണ്ട്, ആ ലീഡ് നില തുടരുന്നുണ്ട്. ഷക്കൂർ ബസ്തി, സത്യേന്ദ്ര ജെയിൻ ലീഡുണ്ട്. പക്ഷേ സോംനാഥ് ഭാരതി ആദ്യ ആം ആദ്മി പാർട്ടി സർക്കാരിൽ മന്ത്രിയായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മാൾവി നഗറിൽ പരാജയപ്പെടുകയാണ്. അങ്ങനെ ചില നേതാക്കളെങ്കിലും പിന്നോട്ട് പോകുന്ന സാഹചര്യം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ